ഓക്കെ, നമുക്കിനി മാവേലിക്കര മണ്ഡലത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. മാവേലിക്കര മണ്ഡലത്തിൽ ആരാണ് ശില്പ ലീഡ് ചെയ്യുന്നത്? അവിടെ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. അവരുടെ സിറ്റിംഗ് എം പി ആയ UDFന്റെ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാവേലിക്കരയുടെ തുടക്കകാലം മുതൽ തന്നെ കൊടിക്കുന്നിലിന്റെ മണ്ഡലമാണ് മാവേലിക്കര എന്ന് പറയുന്നത്. എന്നാൽ C. അരുൺകുമാർ ഇപ്രാവശ്യം ഒരു ശക്തമായ മത്സരമാണ് മാവേലിക്കരയിൽ കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടുണ്ട് അദ്ദേഹം ഇടയ്ക്ക് മുന്നിലേക്ക് കയറി വന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നേരിയ തോതിലുള്ള ഒരു മണ്ഡലമാണ് മാവേലിക്കര എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് നമുക്ക് എത്തി നോക്കാം. ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ ആരാണ് ലീഡ് ചെയ്യുന്നത്? ആലപ്പുഴയിൽ ഇപ്പോൾ KC വേണുഗോപാൽ. ആലപ്പുഴ എന്ന് പറയുന്നത് KCയുടെ തട്ടകം തന്നെയാണ്. അവിടെ KC വേണുഗോപാൽ തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ കനലൊരു എന്നറിയപ്പെട്ട AM ആരിഫ് MP തന്നെയായിരുന്നു ഇപ്പോഴും മത്സര രംഗത്തുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറയാം. ശോഭാ സുരേന്ദ്രൻ ഒരു ഘട്ടത്തിൽ ചെറിയ തോതിൽ അവിടെ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. ഏകദേശം, കാരണം അത്രയും നല്ല ലീഡ് നില അദ്ദേഹം മുന്നിൽ നിർത്തുന്നുണ്ട്. അതുപോലെ KCയുടെ സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അതെ, അവിടെ വേറൊരാൾക്കും പേര് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കോട്ടയം മണ്ഡലമാണ് അടുത്തുള്ളത്. അവിടെ ഫ്രാൻസിസ് ജോർജ്, കോൺഗ്രസിന്റെ ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് ആണ് ഇപ്പോൾ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ മുന്നേ സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടനായിരുന്നു. അദ്ദേഹമായിരുന്നു കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം പിന്നിലാണ്, കുറവാണെന്ന് തോന്നുന്നു. വളരെ കുറവാണ്. അതെ, ഇപ്രാവശ്യം ഫ്രാൻസിസ് ജോർജ് കോട്ടയം കൊണ്ടുപോകും. തുഷാർ വെള്ളാപ്പള്ളിയെ കാണാനില്ലെന്ന് പറയാം. BJP സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വളരെ തന്നെ ലീഡ് നില കുറവാണ് അദ്ദേഹത്തിന്. അത് മാത്രമല്ല, ഈ BJP അതായത് NDA സ്ഥാനാർത്ഥികളുടെ ലീഡ് നില എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് കുറച്ച് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് പറയാൻ പറ്റും. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ ഒന്നും നോക്കാനില്ല. ഡീൻ കുര്യാക്കോസ് 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. സിറ്റിംഗ് MP കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം അവിടെയും LDFന് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഒരിക്കലും പറ്റാത്ത രീതിയിൽ തന്നെ അദ്ദേഹം ലീഡ് നില വളരെ രീതിയിൽ ഉയർത്തിയിരിക്കുകയാണ്. അതെ, ജോയ്സ് ജോർജിന്റെ ഒരു വെട്ടം പോലും കാണാത്തൊരവസ്ഥയാണ് ഇടുക്കിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അല്ലെങ്കിലും നമുക്ക് ഇനി നോക്കാനില്ല. കാരണം എന്തായാലും കേരളം നീല നിറത്തിൽ തിളങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വളരെ സാധ്യത കുറവാണ് ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് വളരെ പാടാണെന്ന് തോന്നുന്നു. അതെ, നമുക്ക് എന്തായാലും നോക്കാം. അടുത്തത് എറണാകുളമാണ്. എറണാകുളത്ത് ഹൈബി ഈഡൻ, UDF സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡൻ ആണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഡ് നില അല്പം തോതിൽ കൂടുതലാണ്. തൊട്ടു പുറകെ തന്നെ KJ ഷൈൻ ടീച്ചർ ഉണ്ട്. ഷൈൻ ടീച്ചറാണ് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. പക്ഷെ ഹൈബിയുടെ മണ്ഡലമാണ് എറണാകുളം. MLA ആയിരിക്കുമ്പോഴാണെങ്കിലും MP ആയിരിക്കുമ്പോഴാണെങ്കിലും ഹൈബിയെ ഭയങ്കര സജീവമായിരുന്ന ഒരു മണ്ഡലമാണ്. കൂടുതലുള്ള സ്ഥാനാർത്ഥി കൂടുതലായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഹൈബി ഈഡൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി ചാലക്കുടി മണ്ഡലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുൻ സിറ്റിംഗ് MP ആരായിരുന്നു? ബെന്നി ബെഹനാനാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്രാവശ്യവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതും. അതെ, അവിടെ ചാൻസസ് എനിക്ക് തോന്നുന്നത് പ്രൊഫസർ B. രവീന്ദ്രനാഥ് ആയാലും അല്ലെങ്കിൽ KA ഉണ്ണികൃഷ്ണൻ ആയാലും വളരെ പുറകിലോട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതെ, അവിടെ ബെന്നി ബെഹനാന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം അത്രയും നല്ലൊരു ലീഡ് നില അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന ഒരു സ്ഥലമാണ് ചാലക്കുടി എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ലീഡ് നില മുൻനിർത്തുക എന്നതുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം. ഇനിയുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂര് NDA തങ്ങളുടെ ആദ്യത്തെ സീറ്റ് ഏകദേശം ഉറപ്പിച്ച മട്ടിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലീഡ് നില എന്ന് പറയുന്നത് 15,000 ഒക്കെ കടന്നു പോയി എന്നാണ് കേൾക്കാൻ പറ്റുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. ത്രികോണ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. എന്നാൽ P. സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരങ്ങൾ നടന്നു വന്നിരുന്നെങ്കിലും ആദ്യം തന്നെ ലീഡ് നില മുൻനിർത്തി സുരേഷ് ഗോപി വളരെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യം, K. കരുണാകരന്റെ മണ്ഡലത്തിൽ K. മുരളീധരനെ കാണാനില്ല എന്നുള്ളതാണ്. വടകരയിൽ നിന്ന് തൃശ്ശൂർ വന്ന് മത്സരിച്ച് അദ്ദേഹത്തിന്റെ ഒരു പൊടി പോലും അവിടെ നമുക്ക് ഈ ലീഡിലോ ഒന്നിലും കാണാൻ സാധിക്കുന്നില്ല എന്നൊരു സങ്കടകരമായ കാര്യമാണ് K. മുരളീധരനെ.